കളിയെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കളിയെ പറ്റി പറയുകയാണെങ്കിൽ പക്ഷെ ബാഴ്സ 3 ഗോളിന് തോൽക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ലമീൻ യമാലിനെ ഫസ്റ്റ് ലെവലിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോടാ. ഉണ്ടായിരുന്നു കേട്ടോ. യമാല് ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നു. ശരി, ഞാൻ കണ്ട് ഞാൻ വിചാരിച്ചു യമാല് കളിച്ചില്ലെന്നാ കേട്ടോ. അത് നീലക്കുപ്പായക്കാരെ പുള്ളിനെ കാണിച്ചിട്ട് വേണ്ടേ, അറപ്പിക്കല്ലായിരുന്നു. സോറി കേട്ടോ. ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല, അവിടെ കണ്ടില്ല. സാധാരണ എന്നാലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാലാണല്ലോ മെയിൻ. പക്ഷെ ഇന്നലെ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. കളിയെ പറ്റി പറയാനുള്ള മെയിൻ കാര്യം അതായിരുന്നു. പിന്നെ ലെവൻഡോസ്കിയൊക്കെ എന്താ ഇപ്പൊ പറയണ്ട, ലെവൻഡോസ്കിയെ പറ്റിയിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ബയണെന്ന് പോകുന്നതിന് ശേഷം ലെവൻഡോസ്കിയുടെ ഒന്നും ഒരു കംപ്ലീറ്റ് ഷോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അത് ബാഴ്സയിൽ വന്നതിന്റെ ആവാം, അറിയില്ല. ആള് പ്രതീക്ഷ ഒരു ടീമേ അല്ലെന്ന് തോന്നുന്നു ബാഴ്സയിലുള്ളത്, അതായിരിക്കാം. എന്തായാലും ചെൽസി 3-0 ബാഴ്സയെ പഞ്ഞിക്കിട്ടു. പക്ഷെ വേറെ ഗോളുകൾ ഉണ്ടായിരുന്നു, ചെറിയ ജസ്റ്റ് ഓഫ് സൈഡ് താരങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വലിയൊരു സ്കോറിൽ വലിയൊരു നമ്പറിൽ തോൽക്കേണ്ടതാണ് ബാഴ്സ.